രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുകേഷിന്റെ കേസ് രണ്ടെന്നാണോ പറയുന്നത്? രണ്ടും രണ്ട് സ്ഥിതിഗതികളിലുള്ളതാണ്, രണ്ട് പശ്ചാത്തലമാണ്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. കോൺഗ്രസ് പറയുന്നത് CPM-ൽ ഇത്തരത്തിലുള്ള ഒരു പീഡന പരാതി വന്നാൽ അത് പാർട്ടി കോടതി അന്വേഷിച്ച് നടപടിയെടുക്കുന്നതാണ്. എടാ നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ആ വാർത്ത പോലീസിന് തന്നെ പരാതി കൈമാറിയതാണ്. അത്തരം വാർത്ത ഇന്ന് രാവിലെ ഞാനും കണ്ടു, മാധ്യമങ്ങളിൽ അത് കണ്ടു. അവർക്ക് കണ്ണും ചെവിയൊന്നും കേൾക്കാൻ പറ്റില്ലെന്നേ, എല്ലാം മുതുക്ക് കിളവികളല്ലേ. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ ഈ പീഡനത്തിന്റെ ഒരു ഗ്രേഡ് ഇടുമല്ലോ, വീര്യം കുറഞ്ഞത്, വീര്യം കൂടിയത്, അതെ തീവ്രത കുറഞ്ഞ പീഡനം. ഇത് തീവ്രത കുറഞ്ഞതും ഇത് കൂടിയതും എന്നാണ്. ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. എങ്ങനെ ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അതെ അതാണ് അതിനൊരു ശരി. അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. വിശ്വാസമാകുന്നില്ലേ? തീവ്രത കുറഞ്ഞ പീഡനം, അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. എന്നെന്തിനാടാ ഇതിന്റെ പിടിച്ചിടുന്നത്? അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായേനെ, അത് ഞങ്ങൾ നിയമത്തിന് വിടുകയാണ്. എന്റെ ഭഗവാനെ കാത്തുരക്ഷിക്കണേ. മുകേഷ് നിയമം അനുശാസിക്കുന്ന ശിക്ഷ പോകാൻ പാർട്ടിക്ക് നടപടിയൊന്നുമില്ല. മാങ്കൂട്ടത്തിനെതിരെ അത് പോരാ. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ചേർത്തി, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഏതായാലും നിന്നിട്ട് കാര്യമില്ല, മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരും. പാർട്ടി ഇത്തരം ഒരു കേസുകളിലും ഇടപെടാറില്ല. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്.